മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന യുവതിയുടെ പുറകെ ഓടി. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാന ഭഗവതിക്കുന്നത്തെ ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററായ സുമി എന്ന യുവതിയുടെ പുറകെയാണ് ഓടിയത്. കാട്ടാനകൾ ഇറങ്ങുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഓടിട്ടാ വരുന്നത്. ഞാൻ കുറച്ച് അകലം ഉണ്ടായിരുന്നു, അത്ര അകലം ഉണ്ടല്ലോ. അവിടെ നിന്ന് വേഗം ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. അപ്പുറത്തെ വീട്ടിൽ കയറിയിരുന്നു, ഒളിച്ചിരുന്നു. ആന വരണ്ടിക്ക്. അപ്പൊ ആന അവിടെ നിന്ന്. അപ്പൊ നായ കുറച്ചപ്പോ ആന അവിടെ നിന്നു. ഞാൻ കയറി തന്നെ നിന്നു. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ ആന ഞാൻ പോകണമെങ്കിൽ കൈകാലം വച്ചിട്ടായി. അപ്പൊ ആന നോക്കി നിന്ന് ഇതുവരെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാരും വിളിച്ചത്. അതുവരെ ഞാൻ വിളിച്ചില്ല, പേടിച്ചിരുന്നു. അവിടെ ഇരുന്നു. ഓടിപ്പിച്ചു, കുറച്ചേരം ഓടിപ്പിച്ചു എന്നെ. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന കാട്ടാന ശല്യം മനുഷ്യജീവന് പോലും ഭീഷണിയായിട്ടുണ്ട്. പ്രശ്നം രൂക്ഷമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പുലർച്ചെ അസുരൻകുണ്ട് വനം വിട്ടിറങ്ങിയ കാട്ടാന വ്യാപകമായ കൃഷിനാശം വരുത്തി. കർഷകന്റെ മതിലും ഗേറ്റും തകർത്തു. കാട്ടാന ഇറങ്ങുന്നത് വിദ്യാർത്ഥികൾക്കും വലിയ ഭീഷണിയാണ്. കാട്ടാന ശല്യം പരിഹരിക്കാൻ MP-യും MLA-യും അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. മച്ചാട് റേഞ്ച് കേന്ദ്രീകരിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കുകയും മനുഷ്യരെ കാട്ടാന ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.